കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റം തൽക്കാലം ഉണ്ടായേക്കില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ അസ്ഥിരത ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാടിലാണ് നേതൃത്വം. ആർ രാകേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, എന്താണ് കർണാടകയിലെ സാഹചര്യം? എൽദോ, കഴിഞ്ഞ കുറച്ച് നാളുകളായി കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രണ്ട് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ തുടരുന്നുണ്ട്. അതായത് 2.5 വർഷം കഴിഞ്ഞാൽ സിദ്ധരാമയ്യ മാറി നൽകും എന്നൊരു അവകാശവാദമാണ് ഡി കെ ശിവകുമാർ ക്യാമ്പ് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കരാറില്ല, അങ്ങനെ ഒരു ഡീലില്ല എന്ന നിലപാടാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്. ഏതായാലും ഈ 2.5 വർഷത്തെ കാലാവധി കഴിഞ്ഞ നവംബർ മാസത്തിൽ അവസാനിച്ചതാണ്. അതിനുശേഷമാണ് സിദ്ധരാമയ്യയെ ഒപ്പം തന്നെ ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ ഇത്തരം പരസ്യ പ്രസ്താവനകൾ നടത്തി രംഗത്ത് വന്നത്. ആദ്യം ഡി കെ ക്യാമ്പ് തന്നെയാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചത്. ഉടൻ തന്നെ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയത്. ഇപ്പോൾ ഏതായാലും വീണ്ടും ആ ചർച്ചകൾക്ക് ജീവൻ വെച്ചിരിക്കുന്നു. ഡി കെ ശിവകുമാർ കഴിഞ്ഞ 2 ദിവസം ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടു, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തൽക്കാലം ഒരു നേതൃമാറ്റം, മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് കടക്കില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ 2 സംസ്ഥാനങ്ങൾ കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അസമിലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണാടകത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കാൻ നീക്കം പാളിയാൽ അത് ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ഡി കെ ശിവകുമാറിനോട് അനുകൂലമായ നിലപാട് സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാനങ്ങളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല സിദ്ധരാമയ്യ ഒരു പ്രധാനപ്പെട്ട OBC മുഖമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരമൊരു ജനകീയ പ്രതിച്ഛായയുള്ള അല്ലെങ്കിൽ ജനകീയനായ നേതാവിനെ മാറ്റുന്നത് ഗുണം ചെയ്യുമോ എന്നൊരു ആശങ്ക ഏതായാലും കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നവരെയെങ്കിലും വിവിധ സംസ്ഥാനങ്ങൾ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെയെങ്കിലും നേതൃമാറ്റം, മുഖ്യമന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ഏതായാലും അത് ഡി കെ ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡി കെ ശിവകുമാർ ഏതായാലും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേതൃമാറ്റ കാര്യങ്ങൾ ഇതുവരെ ഡൽഹി ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ നിലപാടെടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏതായാലും 2 ക്യാമ്പും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്നവർ, ഇക്ബാൽ ഹുസൈൻ അടക്കമുള്ള MLA മാർ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 90 MLA മാർ, 140 പേരാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. അതിൽ 90 പേർ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ്. സമീർ അഹമ്മദ് ഖാൻ, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 5 വർഷവും സിദ്ധരാമയ്യ തന്നെ ഭരിക്കുമെന്നാണ്. ഏതായാലും ചേരി തിരിഞ്ഞുകൊണ്ടൊരു അവകാശവാദം സംസ്ഥാനത്തെ MLA മാരും മന്ത്രിമാരൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. എൽദോ, ശരി. ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.